നമ്മുടെ ഓണം ട്രാൻസിഷൻ ട്യൂട്ടോറിയൽ സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. സെക്കൻഡ് ട്രാൻസിഷന്റെ പേരാണ് ഇൻസ്പയർഡ് ലുക്ക് ട്രാൻസിഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്പയർഡ് ലുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫിലിം ആക്ടേഴ്സിന്റെയോ എന്താണെങ്കിലും പിൻട്രസ്റ്റിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ ഓണത്തിന് ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസിഷൻ ട്രൈ ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ എടുക്കുന്നത് ദീപിക പടുക്കോൺ ചെയ്ത ചെന്നൈ എക്സ്പ്രസ്സിലെ ഒരു ലുക്കാണ്. ഒരു കേരള സാരിയൊക്കെ കൊടുത്തിട്ടുള്ള ലുക്കാണ്. അപ്പോൾ അത് ഓണത്തിന് ഇച്ചിരി ആപ്റ്റ് ആവുമെന്ന് വിചാരിച്ചാണ് ഞാൻ അത് ചൂസ് ചെയ്തത്. ഈ ട്രാൻസിഷൻ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇൻസ്പയർഡ് ലുക്കിന്റെ ഫോട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും ആയിട്ട് എടുത്തു വെക്കുക. നമ്മുടെ സ്ക്രീനിൽ ആ ഒരു ഫോട്ടോ ഇങ്ങനെ ഒരു ഓവർലേ പോലെ കൊടുക്കണം. നമ്മൾ അവിടെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ആ ഡയലോഗ് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ട്രാൻസിഷൻ, ആ ഇൻസ്പയർഡ് ലുക്ക് നമ്മൾ റീക്രിയേറ്റ് ചെയ്ത പോലെ ട്രാൻസിഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡയലോഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ സ്ക്രീനിൽ ആ ഒരു ഫോട്ടോ കൊടുക്കും. നമ്മുടെ ഇൻസ്പയർഡ് ലുക്കിൻ്റെ ഫോട്ടോ നമ്മൾ ഈ സ്ക്രീനിൻ്റെ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കും. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് നമുക്ക് പോകണോ? ശിവൻകുട്ടി നമ്മുടെ സലിംകുമാറിൻ്റെ ഡയലോഗാണ്. ട്രാൻസിഷൻ ചെയ്തിട്ട് പിന്നെ ഉപയോഗിക്കുന്ന സോങ് എന്ന് പറയുന്നത് ചെന്നൈ എക്സ്പ്രസ്സിലെ പൊന്നവന്നനെ പൂവനനാനന് ആ സോങ്ങാണ് നമ്മൾ ട്രാൻസിഷൻ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ബിക്കോസ് ആ ഒരു സോങ് നമ്മുടെ ഓണം തീമിന് നല്ല ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു സോങ്ങാണ്. ഇതാണ് നമ്മുടെ ട്രാൻസിഷൻ്റെ ഒരു ഓവറോൾ ഐഡിയ. ലിപ്സിങ് ചെയ്യാം. ഇത്ര വലിയ ബന്ധങ്ങളിലേക്ക് നമുക്ക് പോകണോ ശിവൻകുട്ടി? ഇനിയുള്ള കട്ട് ഷോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡെഡപ്പ് ആയിട്ട് വന്നിട്ടുള്ള ലുക്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ മീനമ്മ ഇൻസ്പയർഡ് ലുക്ക്. സാരി കൊടുക്കാൻ എനിക്ക് വയ്യ. ജസ്റ്റ് നമ്മൾ ഇവിടെ വരെ മാത്രമേ ഈ ഒരു ട്രാൻസിഷൻ യൂസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ടുള്ള ക്ലിപ്പും എടുക്കാം. ഷോർട്സ് ഒക്കെ ഞാൻ എടുത്തു കഴിഞ്ഞു. ഇതിന് ഒരു ഡിവൈൻ ടച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ട്രാൻസിഷൻ സെറ്റ് ആക്കാം. സോ എഡിറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ആ ഫോട്ടോ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ ഓവർലേ ആയിട്ട് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട ക്ലിപ്സ് എല്ലാം ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു ടെക്സ്റ്റും കൊടുക്കാം. ഈ ക്രിയേറ്റിംഗ് സോ ആൻഡ് സോ ലുക്ക്, നിങ്ങൾ ഏതാണോ എടുക്കുന്നത് ആ ഒരു ലുക്ക്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സോങ് അനുസരിച്ച് നമുക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ട്രിം ചെയ്തെടുക്കാം. കുറച്ച് സ്ലോ മോഷൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാം. ഒരു ഡ്രീമി ലുക്ക് അല്ലെങ്കിൽ ഒരു ഗ്ലോയി ഡിവൈൻ ലുക്ക് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനത്തെ ഒരു ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എഫക്ട്സും ആഡ് ചെയ്യാം. വീഡിയോ എഫക്ട്സ് ഉണ്ടല്ലോ, എഫക്ട്സ് ഉണ്ട്, മൂവ്മെന്റ്സ് ഉള്ള എഫക്ട്സ് ഉണ്ട്. ഞാൻ ഇവിടെ 2 ഫിൽറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ലൈറ്റ് എഫക്റ്റും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം ഫുള്ള് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ വീഡിയോ സെറ്റ് ആക്കിയിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ 1080p 60 fps നമ്മൾ. അതാണ് നമ്മുടെ സെക്കൻഡ് ട്യൂട്ടോറിയൽ. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമന്റിൽ മെൻഷൻ ചെയ്യുക. എന്നെ കുറേ പേര് എന്നോട് ചോദിച്ചു എന്ത് എഡിറ്റിംഗ് ആപ്പാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. നിങ്ങൾക്ക് ഇൻഷോട്ട് യൂസ് ചെയ്യാം, ഫ്രീ ആണ്. എനിക്ക് ബിഗിനർ എന്നുള്ള രീതിയിൽ നല്ലൊരു ആപ്പാണ് അത്. ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിന്റെ എഡിറ്റ്സ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അതിലും നിങ്ങൾക്ക് വേണ്ടത്ര സാധനങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ എന്ത് ട്രാൻസിഷനൊക്കെ ആണെങ്കിലും കുറേ പേര് ഞാൻ അത് എഡിറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഹാപ്പി ക്രിയേറ്റിംഗ്. ഐ ലവ് യു.